ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കാനുള്ള നടപടികളിൽ സമഗ്ര മാറ്റത്തിന് ഒരുങ്ങി ഗതാഗത വകുപ്പ്. 30 ചോദ്യങ്ങളിൽ 25 ശരിയായാൽ മാത്രമേ ഇനി ലേണേഴ്സ് പരീക്ഷ പാസ്സാക്കൂവെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ഒരു ദിവസം ഒരു RT ഓഫീസിൽ നിന്ന് 20-ലധികം ലൈസൻസ് അനുവദിക്കരുത് എന്ന് കാണിച്ച് ഉത്തരവ് ഉടൻ പുറത്തിറക്കും. ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനത്തിലും മാറ്റം വരുത്തുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. അരുൺ രാജ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ രാജ്, എന്തൊക്കെയാണ് മന്ത്രി പറയുന്നത്? ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ കർക്കശമാക്കും എന്നതാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ലൈസൻസ് ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ സമഗ്രമായ മാറ്റം വരുത്തുകയാണ് ആദ്യപടിയായി ലക്ഷ്യം വെക്കുന്നത്. ലേണേഴ്സിനുള്ള 30 ചോദ്യങ്ങളായി ലേണേഴ്സിന്റെ ആ ചോദ്യങ്ങളുടെ പരിധി ഉയർത്തും. ഇതിൽ 25 ശരിയായാൽ മാത്രമേ ഇനി ലേണേഴ്സ് പരീക്ഷ പാസ്സാകൂ എന്നുകൂടി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് 20-ലധികം ലൈസൻസ് അനുവദിക്കരുത് എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഉടൻ പുറത്തിറക്കാനാണ് ഗതാഗത വകുപ്പ് പോകുന്നത്. വാഹനം ഓടിക്കുക എന്നതല്ല, വാഹനം കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും കൂടി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു. ശുപാർശ കൊണ്ട് വന്നാൽ ലൈസൻസ് ഒരാൾക്കും ഇനി നൽകാൻ പോകുന്നില്ല. ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനത്തിൽ എല്ലാം മാറ്റം വരുത്തുമെന്നും ഇത് ക്യാമറയിൽ പകർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് 4 ലക്ഷത്തിലധികം ലൈസൻസും RC ബുക്കുകളും വിതരണം ചെയ്യാറുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ഈ ഫ്രീക്കന്മാരെ അവഗണിക്കാൻ ഇഘട്ടത്തിൽ സർക്കാർ ഒരുങ്ങുന്നില്ല. ഫ്രീക്കന്മാരെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അവരുടെ കഴിവുകൾ കാണിക്കാൻ പ്രത്യേക സ്ഥലം കണ്ടെത്തുകയാണ്. റോഡിൽ അഭ്യാസ പ്രകടനം നടത്താൻ ഒരാളെയും ഇനി അനുവദിക്കില്ല. ഓരോ ജീവനും സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോറികളിൽ നമ്പർ പ്ലേറ്റ് വിസിബിൾ ആവുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നില്ല എന്ന പരാതി തന്നെ മുമ്പിൽ വ്യാപകമായി എത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ വിസിബിളായി തന്നെ ഈ ലോറികളിൽ നമ്പർ പ്ലേറ്റ് പതിപ്പിക്കണം എന്ന നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ KSRTC സംബന്ധിച്ച് ഈ ബസ് സർവീസുകൾ പൂർണ്ണമായും ലാഭത്തിൽ എത്തിക്കാം എന്ന ലക്ഷ്യമാണ് തന്റെ മുമ്പിൽ ഉള്ളത് എന്ന് കെ.ബി. ഗണേഷ് കുമാർ പത്തനാപുരത്ത് പറഞ്ഞു. പേര് വെക്കാനോ ആഡംബരത്തിനോ വേണ്ടി KSRTC ബസ്സുകൾ ഇനി എവിടേക്കും സർവീസ് നടത്തില്ല. KSRTC ജീവനക്കാരോട് തനിക്ക് പറയാനുള്ള കാര്യം കൃത്യമായി ഒരു കത്തിന്റെ രൂപത്തിൽ വരും ദിവസങ്ങളിൽ തന്നെ ജീവനക്കാർക്ക് മുമ്പിലേക്ക് എത്തിക്കുമെന്ന് കൂടി കെ.ബി. ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു. അങ്ങനെ മന്ത്രിയായ ശേഷം കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആദ്യ പ്രതികരണങ്ങൾ അത് ലൈസൻസിന്റെ കാര്യത്തിലാവട്ടെ, മോട്ടോർ വാഹന വകുപ്പിന്റെ സമഗ്രമായ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അരുൺ രാജാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.